ഈ ജൂലൈ 18-ന്, അതായത് ഇന്നലെ നടന്ന 10th പ്രിലിംസ് എക്സാം, അതിലെ ചോദ്യങ്ങളും അനുബന്ധ വസ്തുക്കളുമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്, അടുത്ത പരീക്ഷയ്ക്ക് അത് വളരെ ഉപകാരപ്രദമാകും. നമ്മൾ ആദ്യം രാവിലെ നടന്ന എക്സാം കംപ്ലീറ്റ് ആയി എന്ന് PSC അറിയിച്ചിട്ടുണ്ട്. അതും പിന്നെ ക്യാൻസൽ ചെയ്ത എക്സാമും, ആ രണ്ടിൻ്റെയും ചോദ്യപേപ്പറുകളുടെ വിശകലനം നമ്മൾ ഇനി തുടർച്ചയായി നടത്തും. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സാണ്. ഇതിൽ 30 ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുക്കളും അടക്കം 150ഓളം ചോദ്യങ്ങൾ, അടുത്ത പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള 150ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചോദ്യം ലോഹങ്ങളുടെ രാജാവ് ഏതാണ് എന്നായിരുന്നു. ലോഹങ്ങളുടെ രാജാവ് നിങ്ങൾക്കറിയാം, സ്വർണ്ണമാണ്. ലോഹങ്ങളുടെ രാജാവ് സ്വർണ്ണമാണ്, സംശയമില്ലല്ലോ, ഓർത്ത് വയ്ക്കാനും എളുപ്പമാണ്. എന്നാൽ ലോഹങ്ങളുടെ രാജ്ഞിയുണ്ട്. സ്വർണം കഴിഞ്ഞാൽ പിന്നെ ഏതാ പ്രധാനം? വെള്ളിയാണ് അല്ലേ? അപ്പോൾ ലോഹങ്ങളുടെ രാജാവ് സ്വർണവും ലോഹങ്ങളുടെ രാജ്ഞി ഏതുമാണ്? വെള്ളിയുമാണ്. ഇനി തുരുമ്പിക്കാത്ത ലോഹം, വെളുത്ത സ്വർണം എന്നൊക്കെ അറിയപ്പെടുന്നത് പ്ലാറ്റിനമാണ്. വെളുത്ത സ്വർണം, തുരുമ്പിക്കാത്ത ലോഹം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പ്ലാറ്റിനമാണ്. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം, ഇത് PSCക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു ചോദ്യമാണ്. ലോഹമാണ് മെർക്കുറി എന്നറിയപ്പെടുക. ലോഹങ്ങൾ സാധാരണയായിട്ട് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. എന്നാൽ സാധാരണ ഊഷ്മാവിൽ, നോർമൽ ടെമ്പറേച്ചറിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. രണ്ട് കാര്യമാണ് ഓർക്കേണ്ടത്. മെർക്കുറി ഒരു ലോഹമാണ്, അത് സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹമാണ്. ഏറ്റവും കനമേറിയ ലോഹം ഏതാണ്? സാന്ദ്രത കൂടിയ ലോഹം, അത് ഓസ്മിയമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ, ഏറ്റവും കനമേറിയ ലോഹം ഓസ്മിയമാണ്. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ അല്ലെങ്കിൽ ഭാരം കുറഞ്ഞ ലോഹം എന്ന് പറയുന്നത് ലിഥിയമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം, ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയമാണ്. ആസിഡുകളുടെ രാജാവ് ഏതാണ്? സൾഫ്യൂറിക് ആസിഡാണ്. അപ്പോൾ ലോഹങ്ങളിലെ രാജാവ് സ്വർണം, ലോഹങ്ങളുടെ രാജ്ഞി വെള്ളി, ആസിഡുകളുടെ രാജാവ് സൾഫ്യൂറിക് ആസിഡാണ്. അതിൻ്റെ H2SO4 എന്നുള്ള അതിൻ്റെ രാസവാക്യം കൂടി ഓർത്തു വെച്ചോളൂ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി അത് നടന്നിട്ടുള്ളത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഓക്കെ, അന്താരാഷ്ട്ര AI ഉച്ചകോടിക്ക് വേദിയായിട്ടുണ്ട് കൊച്ചിയെ കഴിഞ്ഞ വർഷം, അതുകൂടി ഓർക്കണം. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. അന്താരാഷ്ട്ര AI ഉച്ചകോടിക്ക് അടുത്തിടെ വേദിയായത് കൊച്ചിയാണ് എന്നുള്ളത് കൂടി ഓർത്തിരിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിതമായത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിതമായത് തിരുവനന്തപുരത്താണ്. 1990-ൽ, എത്രയോ കാലം മുമ്പെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോ പാർക്ക് സ്ഥാപിതമായത്. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം മംഗലപുരത്താണ്. മംഗലാപുരം അല്ലേ? മംഗലപുരം. ഏതാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്? രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം മംഗലപുരത്താണ്. കേരള ഡിജിറ്റൽ സർവകലാശാല ഒരു AI പ്രോസസർ ചിപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. AI തദ്ദേശീയമായി ഒരു AI പ്രോസസർ ചിപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് വളരെ സിമ്പിളാണ്, കൈരളി എന്നാണ്. തദ്ദേശീയ AI പ്രോസസർ ചിപ്പ്. നമുക്കറിയാം, എല്ലായിടത്തും AI വരികയാണ്, AI അവതാരകന്മാർ വരുന്നുണ്ട്. മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ AI വാർത്താ അവതാരകൻ്റെ പേര് ഇവാൻ എന്നാണ്. മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ AI വാർത്താ അവതാരകൻ്റെ പേരെന്താണ്? ഇവാൻ. ഓക്കെ, ഇവാൻ എന്നാണ് എന്നോർത്തിരിക്കുക. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. യുനെസ്കോ സാഹിത്യ നഗരം എന്ന് പറഞ്ഞിട്ട് ഓരോ കൊല്ലവും സാഹിത്യ നഗരങ്ങളുടെ പട്ടികയിൽ ഓരോന്ന് ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ആദ്യത്തെ പട്ടണം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? കോഴിക്കോടാണ്. അടുത്തത് 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു ഈ ജൂലൈ 18-ന് വന്നത് 10th പ്രിലിംസിൽ. അതിൽ എന്നാണ് 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ്. നമുക്കറിയാം, ഏപ്രിൽ മാസത്തിലാണ്. ഏപ്രിൽ മാസം എത്രാം തീയതിയാണ്? 9-ാം തീയതിയാണ്. അതായത് 16ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ മാസം 9-ാം തീയതിയാണ്. അപ്പോൾ 2026-ൽ നിലവിൽ വന്ന 16ാം നിയമസഭയിലെ ചില വസ്തുതകൾ നമ്മൾ പഠിച്ചിരിക്കണം.
ഒന്ന് അതിൻ്റെ നിയമസഭാ സ്പീക്കർ ആരാ? നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ഒരു വനിതയാണ്, ഷാനിമോൾ ഉസ്മാനാണ്. അപ്പോൾ ആദ്യത്തെ നിയമസഭാ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഡെപ്യൂട്ടി സ്പീക്കർ ആരുമാണ്? ഷാനിമോൾ ഉസ്മാനുമാണ്. ഓർത്തിരിക്കുക. അടുത്തത് സഭാ നേതാവ്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ പണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ മറക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് സഭാ നേതാവ് എന്ന് പറയുന്നത്. സഭാ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഗവൺമെൻറ് ചീഫ് വിപ്പ്. ഓർത്തിരിക്കൂ, ഗവൺമെൻറ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫാണ്. ഗവൺമെൻറ് ചീഫ് വിപ്പ് ആരാണ്? അബു ജോൺ ജോസഫാണ്. അപ്പം തെരഞ്ഞെടുപ്പ് നടന്ന തീയതി 2026 ഏപ്രിൽ 9. ഫലപ്രഖ്യാപനം നടന്നത് 2026 മെയ് 4. ഓർത്തിരിക്കുക. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്, നന്നായിട്ട് ഓർത്തിരിക്കണം. സോ അവിടെ 2006 മെയ് 4 ഫലപ്രഖ്യാപനം. സഭ രൂപീകരിച്ചത് 2026 മെയ് 21. അപ്പം തെരഞ്ഞെടുപ്പ് നടന്നത് ഏപ്രിൽ 9. ഫലപ്രഖ്യാപനം വന്നത് മെയ് 4. സഭയുടെ രൂപീകരണം 2026 മെയ് 1. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇതായിരുന്നു അടുത്ത ചോദ്യം. ആരാണത്? ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാരാ? അതും ചോദ്യം വന്നിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താ ജി ശങ്കരക്കുറുപ്പ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ജി ശങ്കരക്കുറുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഗുരുദേവൻ ജനിച്ചത് 1856. വർഷങ്ങൾ വരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അല്ലേ? അവിടെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അങ്ങനത്തെ വളരെ ഫെമിലിയർ ആയ ഒരു കൊല്ലം നമ്മുടെ എന്തായിട്ട് എടുക്കുക, നമുക്ക് ഒരു പ്രത്യേക മൈൽ സ്റ്റോൺ ആയിട്ട് എടുക്കുക. ആ 1857 മുമ്പേ, ഒരു വർഷം മുമ്പ് ആണ് ആര് ജനിച്ചത്? ശ്രീനാരായണ ഗുരു ജനിച്ചത്. എന്നാണത്? 1856. ഏതാണ് മാസം? നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ മാസം തന്നെ, ആഗസ്റ്റ് മാസം. പക്ഷെ 15-ാം തീയതിയല്ല, 15 കഴിഞ്ഞിട്ട് 20. ഏത് സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്? തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലാണ്. എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലാണ്. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതാരാണ്? അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. അതായത് ബ്രാഹ്മണർ മാത്രമാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്നത്. അക്കാലത്താണ് ആ ബ്രാഹ്മണ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു, അബ്രാഹ്മണനായ ശ്രീനാരായണ ഗുരു എന്ത് ചെയ്യുന്നത്? അദ്ദേഹം പ്രതിഷ്ഠ നടത്തുന്നത്, ശിവപ്രതിഷ്ഠയാണ് നടത്തുന്നത്. 1888. കൊല്ലം ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 188. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹമാണ് അതിനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചതല്ലേ? ഇനി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ ചോദിക്കാറുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികൾ. ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളെ ഓർത്തു വയ്ക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ പലതും ദശകം, പഞ്ചകം, ശതകം ഇതൊക്കെ അവസാനിക്കുന്നതാണ്. അപ്പം ദശകം, പഞ്ചകം, ശതകം എന്നൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് വളരെ എളുപ്പം അത് ശ്രീനാരായണ ഗുരുവിൻ്റേതാണെന്ന്. അധികവും പരീക്ഷയ്ക്ക് വരുന്നത് അധികവും ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. അപ്പം ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല എന്നിവ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന കൃതികളാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം കൊൽക്കത്തയിലാണ്. എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഫാനാറ്റിക് സ്പോർട്സ് മ്യൂസിയം എന്ന് പറയുന്നത്. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ താളിയോല മ്യൂസിയം, ലോകത്തിലെ തന്നെ ആദ്യത്തെ താളിയോല മ്യൂസിയം തിരുവനന്തപുരത്താണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ പഠിച്ചു, മംഗലാപുരത്ത് അല്ലെ? മംഗലപുരത്തല്ല, മംഗലപുരത്ത് എന്ത് വരുന്നുണ്ട്? ഡിജിറ്റൽ സയൻസ് പാർക്ക് വരുന്നുണ്ട്. അത് ഓർത്തു വെക്കണം. കേരളത്തിലെ ആദ്യത്തെ തേയില മ്യൂസിയം എവിടെയാണ്? തേയിലയുടെ കാര്യത്തിൽ നമ്മൾക്ക് മുന്നാറിൽ തന്നെ പോവാം അല്ലേ? അല്ലാതെ എവിടെ വരാൻ? കായിക വിദ്യാഭ്യാസം സ്കൂൾ പാഠപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം കൂടിയാണ് കേരളം. കായിക വിദ്യാഭ്യാസം സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? സ്ഥിരം ചോദ്യമാണ്. അത് ആരാണ്? രാമവർമ്മ ശക്തൻ തമ്പുരാനാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്? രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന രാമവർമ്മ ശക്തൻ തമ്പുരാൻ. ശക്തൻ തമ്പുരാൻ ആധുനിക കൊച്ചിയുടെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട് കേട്ടോ. ആധുനിക കൊച്ചിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നുണ്ട്.
തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി മാത്രമല്ല, തൃശ്ശൂർ പൂരവും തുടങ്ങി വെച്ചത് രാമവർമ്മ ശക്തൻ തമ്പുരാനാണ്. എന്നാണ് അത് തുടങ്ങി വെച്ചത്? 1797 അവിടെയും നമുക്ക് നോക്കൂ, 1757 പ്ലാസി യുദ്ധം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 1757 പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജ് ആരംഭിക്കുന്നത്. 1757 പ്ലാസി യുദ്ധത്തിൽ ബ്രിട്ടീഷ് ഗവർണർ, അന്നത്തെ ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവ് സിറാജ് ഉദ് ദൗളയെ തോൽപ്പിക്കുന്നുണ്ട്. ആ സിറാജ് ഉദ് ദൗളയെ തോൽപ്പിച്ചുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്? ബ്രിട്ടീഷ് ഭരണം ആരംഭിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കൊല്ലമാണ്. അപ്പോൾ 1757 കഴിഞ്ഞ് 100 വർഷം കഴിയുമ്പോഴേക്കും 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായി. ആ 1757 കഴിഞ്ഞ് 40 വർഷം കഴിഞ്ഞാണ് 1797 തൃശ്ശൂർ പൂരം ആരംഭിക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. കണക്ഷൻസ് ആർ മെമ്മറീസ്. ശക്തൻ തമ്പുരാൻ കൊട്ടാരം തൃശ്ശൂർ നഗരത്തിലാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത്. വടക്കേക്കൊര കൊട്ടാരം എന്നാണ് ശക്തൻ തമ്പുരാൻ കൊട്ടാരം. അപ്പോൾ ആധുനിക കൊച്ചിയുടെ പിതാവ് അല്ലെങ്കിൽ തൃശ്ശൂർ നഗരത്തിൻ്റെ ശില്പി, ഇതൊക്കെ അറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനാണ്. എന്നാൽ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി മറന്നു പോകണ്ടേ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള PDF, അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള എക്സാം എല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ലഭിക്കും. ആ ടെലിഗ്രാം ചാനൽ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. 1-2 ദിവസങ്ങൾക്കുള്ളാവും ലഭിക്കുക. ഓക്കെ. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? പ്രാചീന മലയാളം എന്നുള്ള കൃതി ആരുടെ രചനയാണ്? അത് ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് അധികവും ചോദിക്കുന്നത് 2 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് പ്രാചീന മലയാളവും അതുപോലെ തന്നെ വേദാധികാര നിരൂപണവും. ഏതെല്ലാമാണ് ആ പുസ്തകങ്ങൾ? ഒന്ന് പ്രാചീന മലയാളം, മറ്റൊന്ന് വേദാധികാര നിരൂപണം. ഈ 2 കൃതികളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലതവണ ചോദിച്ച ചോദ്യം. ഇനി ചട്ടമ്പി സ്വാമികളുടെ ആദ്യകാലത്തെ പേര് ചോദിച്ചിട്ടുണ്ട്. അയ്യപ്പൻ എന്ന് അല്ലെങ്കിൽ കുഞ്ഞൻ പിള്ള, ഈ 2 പേരുകളുമുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ നാമം അയ്യപ്പൻ, അതുപോലെ തന്നെ കുഞ്ഞൻ പിള്ള എന്നും അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചട്ടമ്പി സ്വാമികൾ ജനിച്ചതെന്നാണ്. 1856 ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. അതിന് 3 വർഷം മുമ്പ് 1853 ആര് ജനിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത്. ഏതാണ് ആ കൊല്ലം? 1853. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയ ചരിത്ര പ്രസിദ്ധമായ സ്ഥലം അണിയൂർ ക്ഷേത്രമാണ്. അപ്പം അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടെത്തിയത്. അനിയന്മാർ, 2 അനിയന്മാർ അല്ലെങ്കിൽ 2 സഹോദരന്മാർ എന്നോർത്തു വെച്ചാൽ മതി. അവർ കണ്ടെത്തിയത്, അനിയന്മാർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയത് അണിയൂർ. ഓക്കെ. അപ്പം അണിയൂർ ക്ഷേത്രത്തിലാണ്. നോക്കൂ, ഇതുപോലെ തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കൊല്ലമാണ് 1903. 1903 കേട്ടോ SNDP സ്ഥാപിതമായത്. അത് ഓർത്തു വെക്കണം. SNDP ഏതാ? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ ഒരു സംഘടനയില്ല. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട, ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അത് സ്ഥാപിച്ച കൊല്ലം ചോദിക്കും. 1903. ആ 3 എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിലെ അതൊന്നും ഇങ്ങോട്ട് തിരിച്ചിട്ടാൽ 3 ഒന്നങ്ങോട്ട് തിരിച്ചാൽ മതി. ഓക്കെ. യെസ്. അടുത്തത്, രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ് എന്നാണ് അടുത്ത ചോദ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വ്യക്തിയാണ്? അവർ ഒഡീഷയിൽ നിന്നുള്ള ആണ്. അവരുടെ സ്ഥലം എന്ന് പറയുന്നത്, അവരുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഒഡീഷയാണ്. അപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തുന്ന ആദ്യത്തെ ഗോത്രവർഗ വനിതയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയിലെത്തുന്ന ആദ്യത്തെ ഗോത്രവർഗക്കാരിയാണ് ആരെന്ന് പറയുന്നത്? ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത് അവർ അന്തർവാഹിനിയിൽ സഞ്ചരിച്ചിട്ടുണ്ട്. അന്തർവാഹിനിയിൽ സഞ്ചരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രപതിയാണ്. സുഖോയ് പോലെയുള്ള യുദ്ധവിമാനങ്ങളിൽ സഞ്ചരിച്ച രാഷ്ട്രപതിയാണ്. അങ്ങനെ ദ്രൗപദി മുർമുവിനുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചോദ്യങ്ങൾ ഈ അടുത്ത കാലത്ത് UPSC PSC ചോദ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇവർ ഒഡീഷയിലെ സന്താൾ എന്ന ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള വിഭാഗമാണ്. നിങ്ങൾക്കറിയാലോ, 1857 സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. പക്ഷെ അത് എന്താണ്? ഒരുപാട് ജനവിഭാഗങ്ങൾ, പലതരത്തിലുള്ള ജനവിഭാഗങ്ങൾ പങ്കെടുത്ത വളരെയധികം വലിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ച പോരാട്ടമാണ്. എന്നാൽ PSC മറ്റൊന്നുകൂടി കണക്കാക്കാറുണ്ട്. SCERT ബുക്കിലൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. എന്താണത്? 1857 മുമ്പും അതിന് തൊട്ട് കാലങ്ങളിലുമായിട്ട് എന്ത് നടന്നിട്ടുണ്ട്? ഒട്ടനവധി ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകൾ നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഗോത്രവർഗ കലാപങ്ങളുണ്ട്, കർഷക കലാപങ്ങളുണ്ട്. അതിലെ ഗോത്രവർഗ കലാപങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കലാപമാണ്
എന്തെന്ന് പറയുന്നത് സന്താൾ കലാപം എന്ന് പറയുന്നത്. ആ സന്താൾ കലാപം രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിലാണ്. ആ സന്താൾ വിഭാഗത്തിലാണ് ആര് ജനിച്ചിട്ടുള്ളത്? ദ്രൗപദി മുർമു ജനിച്ചിട്ടുള്ളത്. ഈ സന്താൾ കലാപത്തിന്റെ നേതാക്കന്മാർ ആരാണെന്ന് ചോദിക്കാറുണ്ട്. സിദ്ധു മുർമു, കാനു മുർമു. നോക്കൂ, അവിടെ മുർമു ഉണ്ട്. നമ്മുടെ ദ്രൗപദി മുർമു എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപതിയുടെ പേരിലും എന്തുണ്ട്? മുർമു ഉണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണിവർ. ഇവരുടെ മറ്റൊരു പ്രത്യേകത, മറ്റ് രാഷ്ട്രപതികൾ, ഇതിനു മുമ്പുണ്ടായിരുന്ന രാഷ്ട്രപതികൾ മുഴുവൻ അവരെന്തായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനിച്ചവരായിരുന്നു. ഇവര് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്. ആ രാഷ്ട്രപതിയാകുന്ന ആദ്യ ഗോത്രവർഗക്കാരിയാണ്. അതുമാത്രമല്ല, മറ്റൊന്ന് ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ്. ഇന്ത്യക്ക് രണ്ട് വനിതാ രാഷ്ട്രപതിമാരെ ഉണ്ടായിട്ടുള്ളൂ. അതിൽ രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. അപ്പൊ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീലാണ്. വ്യോമസേനയുടെ സുഖോയ് 30 MKI യുദ്ധവിമാനത്തിൽ പറന്ന രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയും അതുപോലെ തന്നെ ആദ്യമായിട്ട് അന്തർവാഹിനി കപ്പലിൽ സഞ്ചരിച്ച ആദ്യത്തെ രാഷ്ട്രപതിയും കൂടിയാണിവർ. അപ്പോൾ സുഖോയ് 30 MK1 യുദ്ധവിമാനത്തിൽ പറന്ന രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതി കൂടിയാണവർ. ഈ സവിശേഷതകളൊക്കെ തന്നെ ഓർത്തിരിക്കുക. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാലാണ്. നമുക്ക് ഓർത്തു വെക്കാൻ എളുപ്പമാണ്. ഓടക്കുഴൽ ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? കൃഷ്ണന്റെ കയ്യിലാണ്. കൃഷ്ണൻ ആരാണ്? ഗോക്കളെ മേയ്ക്കുന്നവനാണ്. പശുവിനെ പാലിക്കുന്നവനാണ്. അപ്പോൾ ഗോപാൽ എന്നുള്ള വാക്കുണ്ട്. 2025 ഓടക്കുഴൽ അവാർഡ് EP രാജഗോപാലിനാണ് എന്നോർക്കുക. അദ്ദേഹത്തിന്റെ ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ്. ഈ ഓടക്കുഴൽ അവാർഡ് ആര് സ്ഥാപിച്ചതാണ്? മഹാകവി G ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ചതാണ്. ജ്ഞാനപീഠം ലഭിച്ച ആദ്യ കവിയാണ് മഹാകവി G ശങ്കരക്കുറുപ്പ്. അദ്ദേഹത്തിന് ആ ജ്ഞാനപീഠം ലഭിച്ചപ്പോൾ അതിൽ നിന്ന് ഉപയോഗിച്ചുള്ള തുക കൊണ്ട് അദ്ദേഹം തുടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത് ഈ ഓടക്കുഴൽ അവാർഡ്. അതിനുവേണ്ടി അദ്ദേഹം ഒരു ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ് രൂപവൽക്കരിച്ചത്. അപ്പോൾ ഓടക്കുഴൽ കൃഷ്ണന്റെ കയ്യിലാണ്. ആ കൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴൽ, അവിടെ കൃഷ്ണനാണ് ഗുരുവായൂര്. അപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ഇനി ഇപ്രാവശ്യത്തെ ഓടക്കുഴൽ അവാർഡ് രാജഗോപാലൻ. കൃഷ്ണനും ഗോക്കളെ മേയ്ക്കുന്നവനും പാലിക്കുന്നവനുമായിരുന്നു. രാജഗോപാലിന്റെ പേരിലും ആ ഗോപാലുണ്ട് എന്നോർക്കുക. 2025 എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് KG ശങ്കരപ്പിള്ളയാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാ കിട്ടിയത്? KG ശങ്കരപ്പിള്ളയ്ക്കാണ് അല്ലേ? ആദ്യം എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് ശൂരനാട് കുഞ്ഞൻ പിള്ളയ്ക്കാണ്. ഇതാ ഇപ്പോൾ 2025 കിട്ടിയത് KG ശങ്കരൻ പിള്ളയ്ക്കാണ്. അപ്പോൾ അവിടെയുണ്ട് അച്ഛൻ പിള്ള എന്നോർത്തു വയ്ക്കുക. എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ള. 2025 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? 2025 വയലാർ അവാർഡ് ജേതാവ് സന്തോഷ് കുമാറാണ് അല്ലെ? വയലിലൊക്കെ പോയി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷം തരുന്ന കാര്യമാണ് അല്ലെ? ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ കൊല്ലങ്കോട് അല്ലെ, പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടൊക്കെ ടൂറിസത്തിന് വളരെ പ്രസിദ്ധമാണ്. കാരണം സന്തോഷം നേടി ആളുകൾ ഒഴിഞ്ഞ പാടത്തേക്കും അവിടെയുള്ള വയൽക്കരയിലുള്ള വീടുകളിലേക്കും ഹട്ടുകളിലേക്കും ഒക്കെ വ്യാപകമായി പോകുന്ന കാലമാണ്. ഓർത്തു വെച്ചാൽ മതി. വയലാർ അവാർഡ് സന്തോഷ് കുമാറാണ്. അവിടെ തപോമയിയുടെ അച്ഛനുണ്ട്. ആരാണ് അദ്ദേഹത്തിന്റെ കൃതി? തപോമയിയുടെ അച്ഛൻ. അപ്പോൾ ഈ വയലിൽ പോയി പോലെ തന്നെ പോകുന്ന സ്ഥലങ്ങളാണ് എന്താണ്? കാടുകൾ. ആ കാടുകൾ ഇങ്ങനെ ഉൾപ്രദേശങ്ങളിൽ അവിടെയൊക്കെ സ്വസ്ഥമായി ഒരു തപസ്സിനൊക്കെ പറ്റാവുന്ന ഒരു സ്വസ്ഥമായ അന്തരീക്ഷം കണ്ട് ജൻസി അടക്കം പോകുന്നുണ്ട്. തപോമയിയുടെ അച്ഛൻ 2025 വയലാർ അവാർഡ് ജേതാവ് സന്തോഷ് കുമാറിന്റെ കൃതി. അപ്പൊ എഴുത്തച്ഛൻ അവാർഡ് മറക്കണ്ട, KG ശങ്കരപ്പിള്ളയാണ്. അതുപോലെ തന്നെ ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? രാജഗോപാലനാണ്. വയലാർ അവാർഡ് സന്തോഷ് കുമാറിനാണ്. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാ? കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി എന്ന് പറയുന്നത് GV രാജ അവാർഡാണ്. GV രാജ, ഗോദവർമ്മ രാജ, കേണൽ ഗോദവർമ്മ രാജയുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ചോദ്യങ്ങൾ PSCക്ക് വരാറുണ്ട്. അപ്പൊ അതുമായി കണക്ട് ചെയ്തു വെച്ചാൽ GV രാജ കേരളത്തിലെ സ്പോർട്സ് രംഗത്തെ ഒരു അധികായനാണ്. അപ്പോൾ ആ GV രാജ അവാർഡാണ് കേരളത്തിലെ പരമോന്നത കായിക ബഹുമതി എന്ന് പറയുന്നത്. ഏതെല്ലാമാണ് GV രാജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ? ഒന്ന്, അദ്ദേഹം കേണൽ ഗോദവർമ്മ രാജ, GV ഗോദവർമ്മ രാജ. അദ്ദേഹമാണ് കായിക കേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്.
കായിക കേരളത്തിൻ്റെ പിതാവ് ആരാണ്? ഗോദവർമ്മ രാജയാണ്. ആ ജി വി രാജ സ്പോർട്സ് അവാർഡ് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും പരമോന്നതമായ കായിക ബഹുമതി എന്നറിയപ്പെടുന്നത്. ജി വി രാജയുടെ ജന്മദിനം ഒക്ടോബർ 13 അതങ്ങനെ ഓർത്തു വെക്കണം. കേരളത്തിൻ്റെ കായിക ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഈ ഒക്ടോബർ 13 ജി വി രാജയുടെ ജന്മദിനമാണ്. ഏതാണ് ആ ഡേറ്റ്? ഒക്ടോബർ 13 കേരളത്തിൻ്റെ കായിക ദിനം. ആരുടെ ജന്മദിനമാണ്? ജി വി രാജയുടെ. കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റാണ് ജി വി രാജ. കേരളത്തിലെ ആദ്യത്തെ കായിക സ്കൂൾ വിദ്യാലയമായ ജി വി രാജ സ്പോർട്സ് സ്കൂൾ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി പർവ്വതാരോഹകനായ സി ബാലകൃഷ്ണനാണ്. അത് മാത്രമാണ് ഞാൻ അടുത്തതിന് നമുക്ക് പ്രതീക്ഷിക്കാം, ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അർജുന അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി കായിക താരം ചോദിച്ചാൽ സി ബാലകൃഷ്ണൻ. മറ്റെല്ലാം തന്നെ അദ്ദേഹം പർവ്വതാരോഹകനായിരുന്നു. മറ്റെല്ലാം ഇതിൽ തന്ന കണക്റ്റഡ് ഫാക്ട്സ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ജി വി രാജയുമായി ബന്ധപ്പെട്ടതാണ്. സ്പോർട്സ് കൗൺസിലിൻ്റെ സ്ഥാപക പ്രസിഡന്റ് ഗോദവർമ്മ രാജ. കായിക ദിനം ഒക്ടോബർ 13 അദ്ദേഹത്തിൻ്റെ ജന്മദിനം. കേരളത്തിൻ്റെ കായിക രംഗത്തിൻ്റെ പിതാവ്. മാത്രമല്ല ജി വി രാജ സ്പോർട്സ് സ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ കായിക വിദ്യാലയം തിരുവനന്തപുരത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പരമോന്നതമായ കായിക ബഹുമതി സംസ്ഥാന സർക്കാർ നൽകുന്നത് ജി വി രാജ പുരസ്കാരമാണ്. ഓക്കെ, ഇന്ത്യയിലെ കാറ്റോർജ നിലയമല്ല, ഞാനത് മാറ്റണം എന്ന് വിചാരിച്ചതാണ്, വാതോർജ നിലയം. ഇന്ത്യയിലെ വാതോർജ നിലയം ഏതാണ് എന്നാണ് ചോദ്യം. ജോഗ്രഫി ചോദ്യങ്ങൾ ഒന്ന് കനത്തിൽ പോയിട്ടുണ്ട് അല്ലേ. ഇന്ത്യയിലെ വാതോർജ നിലയം ലംബയല്ല കേട്ടോ, ലാംബയാണ്. ലാംബ കാറ്റോർജ നിലയമാണ്. ലംബ എന്നുള്ളത് ശരിക്കും ലാംബയാണത്. ലാംബ കാറ്റോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് ലാംബ കാറ്റോർജ നിലയം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാറ്റോർജം എന്ന് പറഞ്ഞാൽ വാതകോർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അത് ചോദിച്ചാൽ ഗുജറാത്താണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റോർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. പണ്ട് തമിഴ്നാടായിരുന്നു, പക്ഷേ ലാംബയൊക്കെ വന്നതോടുകൂടി, ലാംബയൊക്കെ ഏറ്റവും വലുതായതോടുകൂടി ഗുജറാത്തിൽ ഒട്ടനവധി അങ്ങനത്തെ വന്നിട്ടുണ്ട്. വിൻഡ് മിൽസ് വന്നതോടുകൂടി ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റോർജം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അവിടെയാണ് ലാംബ. അതുപോലെ തന്നെ ഓപ്ഷനിൽ കാക്രാപാറ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാക്രാപാറ എന്ന് പറയുന്നത് ഗുജറാത്തിലെ പ്രശസ്തമായ ആണവോർജ നിലയമാണ്. കാക്രാപാറ എന്ന് പറയുന്നത്, കാക്രാപാറ ഗുജറാത്തിലെ പ്രശസ്തമായ ആണവോർജ നിലയമാണ്. ഈ ലാംബയല്ല സാധാരണയായി ചോദിക്കാറ് ഭൂഗർഭ താപ ഊർജ നിലയമാണ് ചോദിക്കാറ്. അത് മണിക്കരണാണ്. അതാണ് സ്ഥിരം PSC ചോദ്യമായിട്ട് വരാറ്. ഭൂഗർഭ താപ ഊർജ നിലയം ഏതാണെന്ന് ചോദിക്കും. അത് മണിക്കരണാണ്. നിങ്ങളൊരു കാര്യം ഓർത്തിരിക്കേണ്ട കാര്യം, ഇവിടെ ലാംബയാണ്. ലാംബ ഇനി നമുക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിക്കാം എന്നർത്ഥം സാധാരണ. പക്ഷെ അത് കാറ്റോർജ താപനിലയമാണ്. അവിടെ കൊണ്ടുപോയിട്ട് മണികരൻ എഴുതാൻ സാധ്യതയുണ്ട്, പക്ഷെ മണികരൻ ഭൂഗർഭ താപ ഊർജ നിലയമാണ്. ഹിമാലയത്തിലെ ലവണജല തടാകം കുറച്ച് പ്രയാസപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. രാകാസ് ആണ്. എന്താണ്? ഹിമാലയത്തിലെ ലവണജല തടാകം രാകാസ് ആണ്. സാധാരണയായിട്ട് വേറൊന്നാണ്. ഇപ്പോൾ ഹിമാലയൻ മേഖലയിലെ ലവണജല തടാകമായിട്ട് പാങ്കോങ്സു ആണ് സാധാരണയായി ചോദിക്കാറ്. പക്ഷെ പാങ്കോങ്സു ഇവിടെ ഓപ്ഷനിൽ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഓർക്കുക, മറ്റേ രാകാസ് ആണ് എന്ത് ഹിമാലയത്തിലെ മറ്റൊരു ലവണജല തടാകം, ഉപ്പുള്ള തടാകം, അത്രമാത്രം ശുദ്ധജല തടാകമല്ല, രാകാസ്. ഓക്കെ, വൂളാർ തടാകമുണ്ട് ഇവിടെ ഓപ്ഷനിൽ. അതും പരീക്ഷയ്ക്ക് സ്ഥിരം വരുന്നൊരു ചോദ്യമാണ്. വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ വൂളാർ തടാകമാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണജല തടാകം ചോദിച്ചാൽ ചിൽക്കയാണ്. എന്നാൽ ഹിമാലയത്തിൽ 2 തടാകങ്ങളെ കൂടി ഓർത്തിരിക്കുക. ഹിമാലയത്തിലെ രാകാസ് ഒരു ലവണജല തടാകമാണ്. അതുപോലെ തന്നെ സ്ഥിരം PSC പരീക്ഷയ്ക്ക് വരുന്നതാണ് ജമ്മു കാശ്മീർ ലഡാക്ക് അതിർത്തിയിലുള്ള പാങ്കോങ്സു. ഇതും അവിടുത്തെ ഒരു ലവണജല തടാകമാണ്. എന്തുകൊണ്ടാണ് ഹിമാലയത്തിലെ ലവണജല തടാകങ്ങൾക്ക് ഇത്രമാത്രം പ്രത്യേകത? ഹിമാലയത്തിൽ സാധാരണയായിട്ട് ശുദ്ധജലമാണ് കാണപ്പെടുന്നത്, പക്ഷെ അവിടെയുള്ള ലവണജല തടാകങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അങ്ങനെ രാകാസും അതുപോലെ തന്നെ പാങ്കോങ്സുവും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം മഹാരാഷ്ട്രയിൽ ഇനിയൊരു ലോണാർ തടാകമുണ്ട്. ഈ ലോണാർ തടാകവും ചോദിക്കാറുണ്ടത് മഹാരാഷ്ട്രയിലാണ്. ഒരു കൂറ്റൻ ഉൽക്കാപതനം മൂലം രൂപം കൊണ്ട തടാകമാണ്. ക്രൈറ്റർ ലേക്ക് എന്ന് പറയും. ക്രൈറ്റർ ലേക്ക്, ആ ലോണാറും വളരെ പ്രധാനമാണ്. മറ്റൊരു PSC ചോദ്യത്തിന് സ്ഥിരമായി വരുന്നതാണ് ദാൽ തടാകം. ദാൽ തടാകം എവിടെയാണ്? ശ്രീനഗറിലാണ്. ഓർക്കുക, ഇന്ത്യയിലെ ഈ ശ്രീനഗർ എന്ന് പറയുന്നത്
ദാൽ തടാകത്തിനടുത്താണ്. ശ്രീനഗറിലെ പ്രശസ്തമായ തടാകമാണ് ഏത് തടാകം? ദാൽ തടാകം. ഓക്കെ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലവണജല തടാകം ചിൽക്ക, മറന്നു പോകരുതേ, വരും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം വൂളാർ. ജലനദി വക്രവലയങ്ങൾ, മിയാൻഡേഴ്സ് അല്ലെ, വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏത് എന്നാണ് അടുത്ത ചോദ്യം. അത് വൂളാറാണ്. ജലനദി, വൂളാർ നമ്മൾ നേരത്തെ പഠിച്ചു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ഈ വൂളാർ മിയാൻഡർ ആയിട്ടാണ് രൂപപ്പെട്ടത്. അത് ജലനദി കാരണമാണ് രൂപപ്പെടുന്നത്. ഇപ്പൊ ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന വൂളാർ തടാകത്തിലൂടെയാണ് ഈ ജലനദി ഒഴുകുന്നത്. ജലനദിയാണ് അത് രൂപപ്പെടുത്തിയത്, ഈ വൂളാർ തടാകം. മിയാൻഡർ, അതായത് വക്രവലയങ്ങളായിട്ട് അല്ലെ, വക്രവലയങ്ങളായിട്ട് ജമ്മു കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്ന വൂളാർ തടാകത്തിലൂടെയാണ് ആരൊഴുകുന്നത്? ജലനദി ഒഴുകുന്നത്. നദികളുടെ വളഞ്ഞു പുളഞ്ഞുള്ള ഒഴുക്കിനെയാണ് വക്രവലയങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ നദികൾ ഇങ്ങനെ ഡെൽറ്റകളൊക്കെ നിക്ഷേപിച്ച് കുറഞ്ഞ ഭാഗത്ത് കൂടെ ഒഴുകി വീണ്ടും പോകും, ഇങ്ങനെ പോകും. എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവിടെയും ഡെൽറ്റ വന്ന് മൂടുമ്പോൾ പിന്നെ നദി വീണ്ടും ഇങ്ങനെ ഒഴുകും. അപ്പം ഇവിടെ മിയാൻഡറുകൾ സ്ഥാപിക്കപ്പെടും, അത് തടാകങ്ങളായിട്ട് മാറും. അങ്ങനെ ജലനദി രൂപീകരിച്ച മിയാൻഡർ പോലെ വക്രവളയങ്ങളാൽ രൂപീകരിച്ച തടാകമാണ് ഏതെന്ന് പറയുന്നത്? വൂളാർ തടാകം. ആ വൂളാർ തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. ജലനദിക്ക് പഴയ കാലത്ത് വിദസ്ത എന്ന് പേര് പറഞ്ഞിരുന്നു. ഗ്രീക്കുകാർ ഹൈഡാസ്പസ് എന്നും പറഞ്ഞിരുന്നു. അപ്പൊ ശ്രീനഗർ നഗരം സ്ഥിതി ചെയ്യുന്നത് ഈ ജലനദിയുടെ തീരത്താണ്. അപ്പൊ ഇപ്പൊ നോക്കൂ, ശ്രീനഗർ, ജലനദി, വൂളാർ തടാകം ഒന്ന് കണക്ട് ചെയ്താൽ കിട്ടി. അപ്പോ ജലനദിയുമായി ബന്ധപ്പെട്ട് തടാകം ചോദിക്കുമ്പോൾ വൂളാർ തടാകം പറയുക, ശ്രീനഗർ നഗരവുമായി ബന്ധപ്പെട്ട് അടുക്കുക. ഇനി മാത്രമല്ല, ആ മൂന്നെണ്ണം കണക്ട് ചെയ്ത് വെക്കുക. ജലനദിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നഗരം ശ്രീനഗർ, ജലനദി ഉണ്ടാക്കിയത് വൂളാർ, ശ്രീനഗറിലുള്ള തടാകം വൂളാർ, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത് അമാൻ സേതുവാണ്. അമാൻ സേതു, അമാൻ സേതുവിന്റെ അർത്ഥമാണ് സമാധാനം എന്ന് പറയുന്നത്. ബ്രിഡ്ജ് ഓഫ് പീസ്, സമാധാനത്തിന്റെ പാലം. എന്താണ് അങ്ങനെ അമാൻ സേതു എന്ന് പേരിടാൻ കാരണം? ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള കാശ്മീരിലുള്ള പൂഞ്ച് മേഖലയിലെ പാലമാണ് അമാൻ സേതു. ഇന്ത്യ പാക് വിഭജനത്തോടെ പിരിഞ്ഞുപോയ കുടുംബങ്ങൾക്ക് പരസ്പരം കാണാൻ സൗകര്യമൊരുക്കുന്നത് ഈ പാലത്തിലൂടെയാണ്. അതുകൊണ്ടാണ് അതിനെ അമാൻ സേതു എന്ന് വിളിക്കുന്നത്. അപ്പൊ അമാൻ സേതു എന്ന് പറഞ്ഞാൽ പാലമാണ്, സമാധാനത്തിന്റെ പാലമാണ്, ബ്രിഡ്ജ് ഓഫ് പീസ് ആണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം, ഇടയ്ക്കിടയ്ക്ക് അടുത്ത കാലത്ത് PSC പരീക്ഷയ്ക്ക് വരുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അത് അടൽ സേതുവാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതുവാണ്. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് ആണ്. ഇനി ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിക്കുന്ന ഒരു പൗരാണിക തിട്ടയുണ്ട് കടലിനടിയിൽ. അതിനെയാണ് രാം സേതു അഥവാ ആഡംസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. രാം സേതു അഥവാ ആഡംസ് ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത് ഇന്ത്യയെയും ശ്രീലങ്കയെയും ബന്ധിപ്പിക്കുന്ന കടലിനടിയിലൂടെയുള്ള ഒരു പൗരാണിക തിട്ടയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദീപാലം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അടൽ സേതു. അടൽ സേതു എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ്. അതുപോലെ തന്നെ ചോദിക്കും നദീപാലം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദീപാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടിയ നദീപാലം ഭൂപൻ ഹസാരിക സേതുവാണ്. ധോല സാധിയ പാലം, ധോലയെയും സാധിയെയും ബന്ധിപ്പിക്കുന്ന ഭൂപൻ ഹസാരിക പാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദീപാലം. കടൽപ്പാലം അടൽ സേതുവാണ്, ഓർത്തിരിക്കുക. മൊളാസിസ് തടാകം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണ്? ആ മൊളാസിസ് എന്നുള്ള പേരിൽ തന്നെ ആ പേരുണ്ട്. മായും സായും വെച്ച് വരുന്നത് മിസോറാമാണ്. മൊളാസിസ് മിസോറാം. മിസോറാമാണ് മൊളാസിസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് മൊളാസിസ് തടം എന്ന് പറയുന്നത്. എന്താ കാരണം? ഈ മിസോറാം രൂപപ്പെട്ടിരിക്കുന്നത് അവസാദ ശിലകളാലാണ്. അങ്ങനെയുള്ളതിനെയാണ് മൊളാസിസ് എന്ന് പറയുന്നത്. സെഡിമെന്ററി റോക്കിലാലാണ്. മൃദുവായതും ഏകീകൃതമല്ലാത്തതുമായ അവസാദ ശിലകളാൽ നിർമ്മിതമായതിനാലാണ് മിസോറാമിനെ മൊളാസിസ് തടം എന്ന് വിളിക്കുന്നത്. മിസോറാമിന്റെ പഴയ പേര് ചോദിക്കാറുണ്ട്. മിസോറാമിന്റെ പഴയ പേര് ലുഷായ് ഹിൽസ് എന്നാണ്. മിസോറാമിന്റെ പഴയ പേര് ലുഷായ് ഹിൽസ് എന്നാണ്. മൊളാസിസ് തടാകം എന്ന് വിളിക്കാറുണ്ട്. അവസാദ ശിലകളാൽ രൂപപ്പെട്ടാൽ നിർമ്മിതമായതിനാലാണത്. ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള കുന്നുകളുടെ ഭാഗമായ പൂർവാചൽ മലനിരകളിലാണ്. എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത്? പൂർവാചൽ മലനിരകളിലാണ്. ഇനി അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽപാത ഏതാണെന്ന് ചോദിക്കും.
ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത പോയിട്ട് പിർപ്പാഞ്ചൽ പാത എന്ന് എഴുതരുത്. പണ്ട് പിർപ്പാഞ്ചലായിരുന്നു, ഇപ്പോൾ മാറിയിട്ടുണ്ട്, സൻഗാൻഡൻ പാതയാണ്. ഈ അടുത്ത കാലത്താണ് മാറിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നീളമുള്ള റെയിൽവേ തുരങ്കപാത സൻഗാൻഡൻ പാതയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തുരങ്കമായ റെയിൽവേ ടണലായിട്ടുള്ളത് T50 ഈ സൻഗാൻഡൻ പാതയിലാണ്. അപ്പൊ T50 എന്നും പറയാം. 12.775 കിലോമീറ്റർ ആണ് T50 തുരങ്കം എന്ന് ഓർത്തു വെച്ചാൽ മതി. ടണൽ 50 അത് ഈ സൻഗാൻഡൻ പാതയിലാണ്. പണ്ടത് പിർപ്പാഞ്ചൽ പാതയായിരുന്നു, ഇപ്പോൾ മാറി അത് സൻഗാൻഡൻ പാതയാണ്. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? വീണ്ടും അങ്ങനെ വന്നിട്ടുണ്ട് പഞ്ചപ്രയാഗ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പഞ്ചപ്രയാഗ് ചോദിച്ചാൽ പല പഞ്ചപ്രയാഗുകളുണ്ട്. 5 പ്രയാഗുകളാണ്. ഏതെല്ലാമാണ്? ദേവപ്രയാഗ്, രുദ്രപ്രയാഗ്, കർണപ്രയാഗ്, നന്ദപ്രയാഗ്, വിഷ്ണുപ്രയാഗ്. അതായത് ഗംഗാ നദി രൂപീകരണത്തിന് കാരണമാകുന്ന ഗംഗാ നദിയുടെ 5 കാര്യങ്ങളാണവ. ഗംഗാ നദിയുടെ രൂപീകരണത്തിന് കാരണമാകുന്ന 5 പവിത്രമായ നദീ സംഗമങ്ങളെയാണ് പഞ്ചപ്രയാഗ് എന്ന് പറയുന്നത്. അത് ഉത്തരാഖണ്ഡിലാണ്. അതിൽ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഭഗീരഥയും അലകനന്ദയും തമ്മിൽ സംയോജിപ്പിച്ച് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത് ദേവപ്രയാഗിൽ വെച്ചാണ്. ഈ പഞ്ചപ്രയാഗിൽ എല്ലാം തന്നെ ഉത്തരാഖണ്ഡിലാണ്. അതിൽ ദേവപ്രയാഗിൽ, ഉത്തരാഖണ്ഡിൽ നിന്നാണല്ലോ ഗംഗ ആരംഭിക്കുന്നത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഗംഗ ഉണ്ടാവുന്നത് ഭഗീരഥയും അലകനന്ദയും തമ്മിൽ യോജിച്ചാണ്. അത് ദേവപ്രയാഗിൽ വെച്ചാണ്. പഞ്ചപ്രയാഗുകളൊക്കെ തന്നെ ഉത്തരാഖണ്ഡിലാണ് എന്നോർക്കുക. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്, അത് ഒരു PSC ചോദ്യം തന്നെയാണ്. അത്രമാത്രം അല്ല, ഇടയ്ക്ക് PSC ചോദിക്കുന്നതാണ്. ഇന്ത്യയിലെ യുറേനിയം നിക്ഷേപം, കൽക്കരി നിക്ഷേപം എവിടെ കാണപ്പെടുന്നു, പെട്രോളിയം നിക്ഷേപം എവിടെ കാണപ്പെടുന്നു, ഇതൊക്കെ സാധാരണ PSC ചോദ്യമാണ്. അപ്പം ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് ധാർവാർ ശിലകളിലാണ്. യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത് എവിടെയാണ്? ധാർവാർ ശിലകളിലാണ്. അപ്പോൾ ലോഹധാതുക്കളുടെ നിക്ഷേപത്തിന് ഏറ്റവും പേരുകേട്ട ശിലാസമൂഹമാണ് കേട്ടോ ധാർവാർ ശിലകൾ എന്ന് പറയുന്നത്. ഒട്ടനവധി ലോഹങ്ങളുണ്ട്. ഇപ്പോൾ ബോക്സൈറ്റ് ഒക്കെ ധാരാളം കിട്ടുന്ന ഒരു ശിലാസമൂഹമാണ് ധാർവാർ ശിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ യുറേനിയം ധാർവാർ ശിലകളിലാണ്. യുറേനിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആണവമായി ബന്ധപ്പെട്ട ന്യൂക്ലിയർ റിയാക്ഷൻ വേണ്ടപ്പെട്ട കാര്യമാണ്. അപ്പം അത് വാറിനാണ് ഉപയോഗിക്കുക, ധാർവാർ. ഇനി കൽക്കരിയോ? കൽക്കരി നിക്ഷേപം യുറേനിയം ധാർവാർ ശിലകളിലാണെങ്കിൽ കൽക്കരി നിക്ഷേപം ഗോണ്ട്വാന ശിലകളിലാണ്. ഓർത്തു വെച്ചോളൂ, ഗോണ്ട്വാന ശിലകളിലാണ് കൽക്കരി നിക്ഷേപം കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ കൽക്കരി കറുത്ത നിറല്ലേ, ഒരു ആനയുടെ നിറം അല്ലേ? ഇപ്പൊ കൽക്കരി ഗോണ്ട്വാന. ഇനി പെട്രോളിയം നിക്ഷേപം കാണപ്പെടുന്നത് ടെർഷറി കാലഘട്ടത്തിലെ അവസാദ ശിലകളിലാണ്. നേരത്തെ നമ്മളൊരു അവസാദ ശിലയെ കുറിച്ച് പഠിച്ചു അല്ലേ? മിസോറാമുമായി ബന്ധപ്പെട്ട് എന്താണ്? മോലാർ തടാകം. എന്തുകൊണ്ട് ആ പേര് വന്നു? അവസാദ ശിലകളാൽ രൂപപ്പെട്ടത്. ഈ പെട്രോളിയം നമുക്ക് കാണപ്പെടുന്നതും സാധാരണയായി കാണപ്പെടുന്നതും ടെർഷറി കാലഘട്ടത്തിലെ അവസാദ ശിലകളിലാണ്. ഓക്കെ, ഇനി പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത. ഇത് അത്രമാത്രം പ്രയാസമുള്ള ചോദ്യമല്ല, പലതവണ PSC ചോദിച്ച ചോദ്യമാണ്. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത ഷാഹി പാതയാണ്. എന്താണ് ആ പാത? ഷാഹി പാത. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നും ഇതിന് പറയാറുണ്ട്. GT റോഡ് അഥവാ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നും പറയുന്നുണ്ട്. സോനാർ പാതയെയും സിന്ധു താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാതയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത്. ഈ പുരാതന പാത ആരുടെ പേരിൽ? മധ്യകാലഘട്ടത്തിൽ സൂര്യവംശ ഭരണാധികാരിയായ ഷേർഷാ സൂരിയാണ് സ്ഥാപിക്കുന്നത്. ഇത് ആരാണ് സ്ഥാപിക്കുന്നത്? ഷേർഷാ സൂരിയാണ് സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് ഷാഹി പാത എന്ന് വരുന്നത്. ഓക്കെ, ഇത് ഷേർഷാ സൂരി മാർഗം എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും പഴയതും നീളമേറിയതുമായ പാതയാണ്. PSCക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ്. അടുത്ത ചോദ്യവും ജോഗ്രഫിയിൽ നിന്ന് പ്രയാസമുള്ളൊരു ചോദ്യമല്ല. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല ഡിഗ്ബോയ് ആണ് അല്ലെ? എവിടെയാണ് ഡിഗ്ബോയ് എന്ന് ചോദിക്കാറുണ്ട്. ഡിഗ്ബോയ് ആസാമിലാണ്. ഇന്ത്യയിലെയും ഏഷ്യയിലെയും തന്നെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാലയാണിത്. 1901 ഡിഗ്ബോയ് സ്ഥാപിതമാകുന്നത്. അപ്പോൾ എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള എണ്ണ ശുദ്ധീകരണ ശാലയാണ് ഡിഗ്ബോയ്. ഇന്ത്യയിലെയും ഏഷ്യയിലെയും തന്നെ ഏറ്റവും പഴക്കമുള്ള എണ്ണപ്പാടമാണ് ഡിഗ്ബോയ് എന്ന് എണ്ണപ്പാട ശുദ്ധീകരണ ശാലയാണ്. 1901 ഇത് സ്ഥാപിതമാകുന്നത്. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നത് എവിടെയാണ്? അതും ഈ അസാമിലെ ഡിഗ്ബോയിലാണ് 1889.
അപ്പൊ 1901 ഡിഗ്ബോയ് സ്ഥാപിതമാകുന്നുണ്ട്. അതിനു മുന്നേ 2 വർഷം മുമ്പെയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എണ്ണ നിക്ഷേപം കണ്ടെത്തുന്നത് ഡിഗ്ബോയിലാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് ചോദിച്ചാൽ അത് ഡിഗ്ബോയി അല്ല, അത് മുംബൈ ഹൈ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? മുംബൈ ഹൈ ആണ്. മറ്റൊന്നാണ് തുറമുഖം അടിസ്ഥാനമാക്കിയുള്ള എണ്ണ ശുദ്ധീകരണശാല. അങ്ങനെയും ചോദിക്കാലോ. അപ്പൊ നിങ്ങൾക്ക് BPSCL എവിടെയാണ്? കൊച്ചിയിലെ അമ്പലമുകളിലുള്ള BPCL എന്ന് ഉത്തരം എഴുതാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ ശുദ്ധീകരണശാല ചോദിച്ചിട്ടുണ്ട്, ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെതാണ്. ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ എണ്ണ ശുദ്ധീകരണശാല എന്ന് പറയുന്നത്. അടുത്തത് ഡോക്ടർ KN രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ്. ഇത് നമുക്കൊരു ഇന്റലിജന്റ് ഗസ്സിൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആയിരുന്നില്ല. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ നമുക്കറിയാം ആരാ? പണ്ടത്തെ കാലത്ത് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് ഒന്ന് തെറ്റാണ്. അപ്പോൾ ഒന്ന് വേണം ഓപ്ഷനിൽ. ഒന്ന് വരുന്ന ഓപ്ഷനൊക്കെ ഓക്കെ, നമുക്ക് നോക്കാം. എയിലുണ്ട്, ഡിയിലുണ്ട് അല്ലേ? മറ്റോടത്ത് രണ്ടോടത്തും ഇല്ല. അപ്പോൾ എയോ ഡിയോ ആണ് വരിക. ഇനി നോക്കൂ, സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപകൻ ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കില്ല. കേരളത്തിലെ പ്രശസ്തമായ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപിച്ചത് ആരാണ്? KN രാജാണ്. അതുപോലെ റിസർവ് ബാങ്ക് ഗവർണർ, അടുത്ത് വരുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ഇത് രണ്ടും ശരിയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം 1ഉം 2ഉമാണ്. റിസർവ് ബാങ്ക് ഗവർണറുമായിട്ടില്ല. അപ്പൊ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സ്ഥാപകനും ഓർഗനൈസേഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ രചിച്ചു. ഇത് രണ്ടുമാണ് ശരി. അപ്പൊ ഡോക്ടർ KN രാജ് പ്ലാനിംഗ് കമ്മീഷൻ അംഗമായിരുന്നു. ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് KN രാജ്. നോക്കൂ, ഇന്ത്യയുടെ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നതിൽ തിരുവനന്തപുരത്തെ പ്രശസ്തമായ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് CDS സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ഓർഗനൈസേഷണൽ ഇഷ്യൂസ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ എന്നത് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ നിരന്തരമായി ആവർത്തിക്കുന്ന ചോദ്യമാണ്. അരുണ ആസഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക. അപ്പൊ ആദ്യത്തെ 11 മുതൽ ഒരു 12, 13 ചില ചോദ്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ബേജാറാവണ്ട. അതെല്ലാവർക്കും ബേജാറാവാനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ ചിലത് നിങ്ങൾ ഇനി അടുത്ത പരീക്ഷയിൽ കണ്ടാൽ. അത് കഴിഞ്ഞാൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ചോദ്യങ്ങൾ വരാൻ കിടക്കുന്നുണ്ട്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് നിങ്ങൾക്കറിയാലോ 1942 അല്ലേ? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും വലിയ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ 3 ബഹുജന സമരങ്ങളാണ്. ആദ്യത്തേത് നിസ്സഹകരണ സമരം, മറ്റൊന്ന് 30കളിൽ നടന്ന നിയമലംഘന പ്രസ്ഥാനം, ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമാണ്, മറ്റൊന്ന് ക്വിറ്റ് ഇന്ത്യ സമരം. അതിൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരമായിരുന്നു ഏറ്റവും വിപുലമായ ജനപങ്കാളിത്തമുള്ളതും ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരവും. ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ സമരനായകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. സമരനായിക ആരാണ്? അരുണ ആസഫ് അലിയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ദേശീയ പതാക ഉയർത്തിയതിനാലാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് അരുണ ആസഫ് അലി അറിയപ്പെടാൻ തുടങ്ങിയത്. ഇന്ത്യയുടെ നൈറ്റിംഗേൾ എന്നറിയപ്പെടുന്നത് ആരാ? സരോജിനി നായിഡു ആണ്. ഈ സരോജിനി നായിഡുവിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറാകുന്ന ആദ്യ വനിതയും ആരാണ്? സരോജിനി നായിഡു ആണ്. ഓർത്തിരിക്കുക. സ്വതന്ത്ര ഭാരതത്തിന്റെ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രിയായിരുന്നത്. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യത്തെ മന്ത്രിസഭയെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൽ അതിശയപ്പെടാനൊന്നുമില്ല. അതാരാണ്? റാഫി അഹമ്മദ് കിദ്വായ് ആണ്. നീ മറക്കണ്ട, വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരാണ്? റാഫി അഹമ്മദ് കിദ്വായ്. എങ്ങനെയാ ഓർത്തിരിക്കുക? വാർത്താവിനിമയ വകുപ്പ് മന്ത്രി റാഫി അഹമ്മദ് കിദ്വായ് ആണ് എന്നുള്ളത്. നോക്കൂ, ദ്വായ് എന്ന് ഓർത്തു വെച്ചാൽ മതി. ദ്വായ് എന്ന് പറഞ്ഞാൽ ബായ് എന്ന് ഓർത്തു വെക്കുക. ഒരു ബായ് ആണ് നമ്മുടെ ആദ്യത്തെ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? അത് രാജകുമാരി അമൃത് കൗർ ആയിരുന്നു. ഇഷ്ടപ്പെട്ട PSC ചോദ്യമാണ്. രാജകുമാരി അമൃത് കൗർ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി. ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രിയും അവരായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി
ആദ്യത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി എല്ലാം തന്നെ രാജ്കുമാരി അമൃത് കൗർ ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാ? ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. നേരത്തെ നമ്മൾ GV രാജ ഒക്ടോബർ 13 അദ്ദേഹത്തിന്റെ ജന്മദിനം. കേരളത്തിലെ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 13 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എത്തുമ്പോൾ നമ്മൾ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. ആദ്യത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ജഗ്ജീവൻ റാം ആയിരുന്നു. തൊഴില് ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ ജഗ്ജീവൻ റാം ആദ്യത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി. ഒരു ഭായ് ആയിരുന്നു നമ്മുടെ ഗതാഗത മന്ത്രി. അപ്പോ കിദ്വായ്. ഇനി ആരോഗ്യ വകുപ്പ് മന്ത്രി, വനിതാ ക്യാബിനറ്റ് മന്ത്രി, അത് ആരാണ്? എന്താണ് അവരുടെ പേര്? വനിതയുടെ പേര് രാജകുമാരി അമൃത് കൗർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ആദ്യത്തെ ധനകാര്യമന്ത്രി. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആദ്യത്തെ ധനകാര്യമന്ത്രി KR ഷൺമുഖൻ ചെട്ടി. പിന്നെ നിയമമന്ത്രി നിങ്ങൾക്കറിയാം, ഡോക്ടർ BR അംബേദ്കറുമായിരുന്നു. ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? അത് ബൽദേവ് സിംഗ് ആണ്. ബലത്തിലുള്ള ആളാവണ്ടേ പ്രതിരോധത്തിന്, അതുകൊണ്ട് ബൽദേവ് എന്ന് ഓർക്കുക. അപ്പോൾ RK ഷൺമുഖൻ ചെട്ടി ആദ്യത്തെ ധനകാര്യമന്ത്രി, നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണമെന്ത് എന്നാണ് ചോദിക്കാൻ. ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടി വേണ്ട, അപ്പൊ സമരങ്ങൾ അംഗീകരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് എന്തല്ല കാരണം എന്ത്, ആദ്യം അംഗീകരിക്കാത്തതിന് കാരണം എന്ത് എന്നുള്ളതിന് ഇതൊരിക്കലും വരില്ല. അപ്പോൾ ഒന്ന് വരുന്ന ഓരോ ഓപ്ഷനും ഓക്കെ വേണ്ട. അപ്പൊ പിന്നെ ഈ രണ്ടെണ്ണത്തിലേക്ക് ചുരുങ്ങി, സിയും ഡിയും. അടുത്തതോ, വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ. യെസ്, വിഘടനവാദം പറഞ്ഞുകൊണ്ടാണ്, അതുകൊണ്ട് രണ്ടുണ്ട്. ആ ഓപ്ഷനിൽ എന്തുണ്ട്? രണ്ടുണ്ട്. അപ്പോൾ ഒന്നില്ലാത്തതും രണ്ടുള്ളതുമായ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ, അതും കറക്റ്റാണ്. ആഭ്യന്തര സ്വയംഭരണം ഉറപ്പാക്കാൻ, അതല്ല. അപ്പൊ 2ഉം 3ഉമാണ് അംഗീകരിക്കാത്തതിന് കാരണം. ഏതൊക്കെയാ? ഒന്ന്, വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാനും രാജ്യത്തിന്റെ ഐക്യം സൂക്ഷിക്കാനും. ഇതൊക്കെ ഒന്ന് ആലോചിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. വാദ ഭീഷണി ഒഴിവാക്കാനും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്താനുമാണ് കേന്ദ്ര നേതൃത്വം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയെ എതിർത്തത്. ഇനി ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ആദ്യ കമ്മീഷൻ SK ദർ കമ്മീഷനാണ്. ഏതാണ്? SK ദർ കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ആദ്യത്തെ കമ്മീഷൻ ഏതാണ്? SK ദർ കമ്മീഷൻ. അതുപോലെ തന്നെ JVP കമ്മീഷൻ ഉണ്ട്. ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഭാഷാടിസ്ഥാനത്തിലുള്ള വിഭജനത്തെ അനുകൂലിക്കാത്ത കമ്മീഷനായിരുന്നു JVP കമ്മീഷൻ. അതുകൂടി ഓർത്തിരിക്കുക. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിനായി നിരാഹാരം അനുഷ്ഠിച്ച് മരണമടഞ്ഞ നേതാവിന്റെ പേര് ചോദിക്കും. അത് പോറ്റി ശ്രീരാമുലു ആണ്. ആന്ധ്രയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം നിരാഹാരം അനുഷ്ഠിച്ചത്. അങ്ങനെ 1953 ഒക്ടോബർ 1 രൂപീകൃതമായ ഇന്ത്യയിലെ ആദ്യ ഭാഷാടിസ്ഥാന സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം സംസ്ഥാന പുനഃസംഘടനാ സമിതിയൊക്കെ വരുന്നുണ്ട്. ഫസൽ അലി കമ്മീഷൻ ചെയർമാൻ ആയതും മലയാളിയായിട്ടുള്ള കാവാലം മാധവ പണിക്കർ, KM മണിക്കർ അംഗവുമായിട്ടുള്ള എന്ത് വരുന്നുണ്ട്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നുണ്ട്. അപ്പോൾ ദർ കമ്മീഷനെ ഓർക്കുക, JVP കമ്മീഷനെ ഓർക്കുക, മരണമടഞ്ഞ പോറ്റി ശ്രീരാമുലുവിനെ ഓർക്കുക. 1953 ഒക്ടോബർ 1 ആന്ധ്രാപ്രദേശ് നിലവിൽ വന്നതെന്നും സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലി ആയിരുന്നുവെന്നും അതിൽ അംഗമായിരുന്ന മലയാളി KM പണിക്കരായിരുന്നു എന്നും ഓർത്തിരിക്കുക. ഏത് സത്യാഗ്രഹ പ്രചരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്നുള്ള പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? ബർദോളി സത്യാഗ്രഹമാണ്. ദണ്ഡിയും ഗേദയും ചമ്പാരനും ഒക്കെ ആരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹങ്ങളാണ്? ഗാന്ധിയുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ്. അപ്പോൾ ബർദോളി സത്യാഗ്രഹമാണ്. ഏതാണ് കൊല്ലം ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്? 1928 ഗുജറാത്തിലാണ് ബർദോളി. അവിടുത്തെ വനിതകളാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പദവി നൽകിയത്. ഗാന്ധിജിയാണ് ഇത് ജനപ്രിയമാക്കിയത്. വല്ലഭായ് പട്ടേലിനെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യനെന്നും ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നും പറയാറുണ്ട്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക്, ഇതെല്ലാം അറിയപ്പെടുന്നത്
ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്നാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. ഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു. ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നടത്തിയ പ്രശസ്തമായ യാത്രയാണേത്? ദണ്ഡി യാത്ര. ഉപ്പു സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. ആ സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 5 വരെയായിരുന്നു ദണ്ഡി യാത്ര. ഓർക്കണം, 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 5 വരെ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര മന്ത്രിയും ഉപപ്രധാനമന്ത്രിയും ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. പ്രതിരോധ മന്ത്രി ബൽദേവ് സിംഗ്. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചപ്പാത്തി താമരയൊക്കെ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ്? ഇന്ത്യയിലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് വിപ്ലവകാരികൾക്കിടയിൽ രഹസ്യ സന്ദേശങ്ങൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്നത് ചപ്പാത്തിയും താമരപ്പൂക്കളുമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എന്ന് ചോദിക്കാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. 1887 നിങ്ങൾക്കറിയാം, പക്ഷെ മെയ് 10 എന്നും കൂടി ഓർത്തിരിക്കണം. മീററ്റിൽ വെച്ചാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരാണെന്ന് ചോദിക്കാറുണ്ട്. മംഗൽ പാണ്ഡെ ആയിരുന്നു. ബാരക്പൂരിൽ വെച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം വെടിവെക്കുന്നുണ്ട്. ഇനി വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചത് മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെയാണ്. വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കുന്നത് ആരെയാണ്? ഡൽഹിയിൽ. ആരാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ഡൽഹിയിൽ നിങ്ങൾക്കറിയാം വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും അതുപോലെ തന്നെ ഭക്ത് ഖാനുമായിരുന്നു. അതും കൂടിയും ഓർത്തിരിക്കണം. 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സവർക്കറാണ്. അടുത്ത ചോദ്യം, 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി, പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. എന്തായാലും അതുണ്ടായിട്ടില്ല. തുടക്കത്തിൽ ഉണ്ടോ? ഉണ്ട്. നാട്ടുരാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചു? ഇല്ല. കോൺഗ്രസുമായിട്ട് സംയോജിച്ച് ഇന്ത്യ എന്നുള്ള യൂണിയൻ ഉണ്ടാക്കാനും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നാട്ടുരാജാക്കന്മാരുടെ കൂട്ടായ്മ നിലവിൽ വന്നു. ഇതും തെറ്റാണ്. ഇതിലെ ശരിയായ പ്രസ്താവന ഇന്ത്യയുടെ ഐക്യം എന്ന സങ്കല്പത്തിന് കരുത്തേകി, പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. അപ്പോൾ അഖിലേന്ത്യാ നാട്ടുരാജ പ്രജാ സമ്മേളനം 1927 രൂപീകൃതമാകുന്നത്. അഖിലേന്ത്യാ നാട്ടുരാജ പ്രജാ സമ്മേളനം. ഇപ്പം ഇന്ത്യയിലൊക്കെ തന്നെ നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥലം, അതായത് മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ കൊച്ചിയിലും തിരുവിതാംകൂറിലും നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. അവർ ബ്രിട്ടീഷുകാരുടെ അംഗീകരിച്ചിരുന്നു. അങ്ങനെയുള്ള നാട്ടുരാജ പ്രജാ സമ്മേളനം അതാണ് 1927 അവിടുത്തെ ജനങ്ങളുടെ സമ്മേളനമാണ്. രാജാക്കന്മാരുടെ സമ്മേളനമല്ല. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കണം, അവർക്ക് പൗരാവകാശങ്ങൾ വേണമെന്ന്. 1939 ലുധിയാന സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1939 ലുധിയാന സമ്മേളനത്തിന്റെ പ്രസിഡന്റ് അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. നാട്ടുരാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തുന്ന സ്വാതന്ത്ര്യ സമരവുമായി ഐക്യപ്പെടാൻ ഈ പ്രസ്ഥാനം വലിയ പങ്കുവഹിച്ചു. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പ്രസ്ഥാനം അടിത്തറയിട്ടു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആര് എന്നുള്ളതാണ്. അത് സി രാജഗോപാലാചാരി ആയിരുന്നു. കേന്ദ്രീകൃത ആസൂത്രണത്തിന് അദ്ദേഹം എതിരായിരുന്നു. നദീതടങ്ങളെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വികസന ലക്ഷ്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത് ആരായിരുന്നു? ഈ സി രാജഗോപാലാചാരിയാണ്. ആ സി രാജഗോപാലാചാരി രാജാജി എന്ന പേരിൽ അറിയപ്പെടുന്നു. അദ്ദേഹം കേന്ദ്രീകൃത ആസൂത്രണത്തെയും സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളെയും ശക്തമായിട്ട് വിമർശിച്ചു. രണ്ടിനെയും വിമർശിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യൻ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി ആയിരുന്നു. ഇന്ത്യക്കാരനായിട്ടുള്ള സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ ആണ്. മൗണ്ട് ബാറ്റന് ശേഷമാണ് പിന്നീട് സി രാജഗോപാലാചാരി വരുന്നത്. അപ്പം നിങ്ങൾ ഓർക്കേണ്ടത്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ അതാരാണ്? സി രാജഗോപാലാചാരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്.
പ്ലാനിംഗ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടതാണ്, ഇന്ത്യയിൽ ആസൂത്രണത്തിൻ്റെ ആദ്യ രൂപം നൽകിയ പ്ലാൻഡ് ഇക്കണോമി ഫോർ ഇന്ത്യ അത് രചിച്ചത് എം വിശ്വേശ്വരയ്യയാണ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ രചിച്ചത് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. ഇദ്ദേഹത്തെയാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അപ്പം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യയാണ്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ള പുസ്തകം രചിച്ചത് അദ്ദേഹമാണ്. അടുത്ത ചോദ്യം ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യക്ക് 3 പ്ലാനുകളാണ് ഇന്ത്യയുടെ മുന്നിൽ പരിഗണിക്കാനുള്ളത്. ഒന്ന് വ്യവസായികൾ അവരുടെ നേതൃത്വത്തിലുള്ള ബോംബെ പ്ലാൻ, മറ്റൊന്ന് ഗാന്ധിയനായ നാരായൺ അഗർവാൾ കൊണ്ടുവന്ന ഗാന്ധിയൻ പ്ലാൻ, മറ്റൊന്ന് നിങ്ങൾക്കറിയാം വളരെ പ്രധാനപ്പെട്ട സ്വരാജ് പാർട്ടിയുടെയൊക്കെ ഭാഗമായിരുന്ന അല്ലേ ആരാണ്? KM റോയ്, അദ്ദേഹം കൊണ്ടുവന്ന ഏത്? പീപ്പിൾസ് പ്ലാൻ. അപ്പോൾ ഇവിടെ ബോംബെ പ്ലാൻ വ്യവസായികളും സംരംഭങ്ങളും ആസൂത്രണത്തിനെതിരായിരുന്നു. തെറ്റാണ്, അവർ ആസൂത്രണത്തിന് അനുകൂലമായിരുന്നു. ഇവിടെ ശരിയാണോ തെറ്റാണോ ചോദിച്ചിട്ടുള്ളത് അത് നോക്കണം ആദ്യം. തെറ്റായ പ്രസ്താവനയാണ്. അപ്പം തെറ്റായ പ്രസ്താവനയിൽ എന്ത് വേണം? 1 വേണം. ഒന്നുള്ളത് ഇവിടെ ഇല്ല. അപ്പം BO DO ആണ് വരിക അല്ലേ. ഇനി നമുക്ക് നോക്കാം, വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചു. ശരിയാണ്, അവർ വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന് അവർ വാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ 2 വരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആൻസറിലേക്ക് എത്തും 1, 3. ആഗോള മൂലധന നിക്ഷേപത്തിനായിട്ട് അവർ വാദിച്ചിട്ടുണ്ട്. ആസൂത്രിത സമ്പൽ വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി, അതും ശരിയാണ്. അപ്പോൾ ഇവിടെ ആഗോള മൂലധനത്തിനായിട്ട് അവർ വാദിച്ചിട്ടില്ല, അവർ സ്റ്റേറ്റ് മുൻകൈ എടുക്കണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിലെ തെറ്റ് അവർ ആസൂത്രണത്തിനെതിരായിരുന്നു എന്നുള്ളത് തെറ്റാണ്. ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു എന്നുള്ളതും തെറ്റാണ്. അതുകൊണ്ട് 1ഉം 3ഉമാണ് അവിടെ കറക്റ്റ് തെറ്റായ പ്രസ്താവന. എന്നാൽ 2 വ്യാവസായികവും സാമ്പത്തികവുമായ നിക്ഷേപങ്ങളിൽ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു. ആസൂത്രിത സമ്പൽ വ്യവസ്ഥയ്ക്കുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കി. അപ്പോൾ 1944 ഇന്ത്യയിലെ പ്രമുഖരായ 8 വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ സാമ്പത്തിക വികസന പദ്ധതിയാണ് ബോംബെ പ്ലാൻ. വ്യാവസായികൾ ആസൂത്രണത്തിനെതിരായിരുന്നില്ല, മറിച്ച് വ്യാവസായിക മേഖലയിൽ വലിയ തോതിൽ പൊതു നിക്ഷേപം നടത്താൻ രാഷ്ട്രം മുൻകൈ എടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അല്ലാതെ അവർ ആഗോള മൂലധന നിക്ഷേപത്തിന് വേണ്ടി വാദിച്ചിരുന്നില്ല. JRG ടാറ്റ, GD ബിർള തുടങ്ങിയ പ്രമുഖ വ്യവസായികൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു. എന്നാൽ 1946 ശ്രീമൻ നാരായൺ അഗർവാൾ വിഭാവനം ചെയ്ത സാമ്പത്തിക പദ്ധതിയാണ് ഗാന്ധിയൻ പ്ലാൻ എന്ന് പറയുന്നത്. അത് നാരായൺ അഗർവാൾ ആണ്. 1944 എന്നാൽ 1945 ഞാൻ KM റോയ് എന്നാണ് പറഞ്ഞത്, MN റോയ് തയ്യാറാക്കിയ പദ്ധതിയാണ് പീപ്പിൾസ് പ്ലാൻ. അപ്പോൾ MN റോയുമായി ബന്ധപ്പെട്ട പീപ്പിൾസ് പ്ലാൻ, നാരായൺ അഗർവാളുമായി ബന്ധപ്പെട്ട ഗാന്ധിയൻ പ്ലാൻ, ബോംബെയിലെ വ്യവസായികൾ ഉണ്ടാക്കിയിട്ടുള്ള ഏതാണത്? ബോംബെ പ്ലാൻ. ഇത് 3ഉം ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാതിരുന്നതാര്? ഇത് വളരെ എളുപ്പം ഉത്തരം എഴുതാം. INAയിൽ അംഗമായ ഒരാൾ INAയിൽ പിടിക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് സംരക്ഷണ സമിതിയിൽ ഉണ്ടാവില്ലല്ലോ, കാരണം അവർ ആൾറെഡി INAയിൽ ഉണ്ട്. അതുകൊണ്ട് INAയിലുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി ഒഴികെ എല്ലാവരും. ഓക്കെ, അപ്പോൾ ക്യാപ്റ്റൻ ലക്ഷ്മിയാണത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി അതിലെ ഉദ്യോഗസ്ഥരെ വിചാരണ ചെയ്തപ്പോൾ അവർക്കായി കോൺഗ്രസ് രൂപീകരിച്ച പ്രതിരോധ സമിതിയാണ് INA ഡിഫൻസ് കമ്മിറ്റി. അതിൽ തേജ് ബഹാദൂർ സപ്രു, ജവഹർലാൽ നെഹ്റു, ദുലാഭായ് ദേശായ്, ആസഫ് അലി എന്നിവരായിരുന്നു ഈ സമിതിയിലെ പ്രധാന വക്കീലന്മാർ. 1945 ഡൽഹിയിൽ ചെങ്കോട്ടയിൽ വെച്ചിട്ടാണ് ഈ INA വിചാരണ നടന്നത്. വിചാരണ നേരിട്ട പ്രമുഖ INA നേതാക്കൾ പ്രേംകുമാർ സഹകൾ, ഷാനവാസ് ഖാൻ, ഗുർബക്ഷ് സിംഗ് ദില്ലനൊക്കെ ഉണ്ട്. ക്യാപ്റ്റൻ ലക്ഷ്മി INAയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെന്റിന്റെ ക്യാപ്റ്റനായിരുന്നു. ഝാൻസി റാണി റെജിമെന്റിന്റെ ക്യാപ്റ്റനായിരുന്നു ആരെന്ന് പറയുന്നത്? ക്യാപ്റ്റൻ ലക്ഷ്മി. അപ്പോൾ ഇതൊക്കെ നന്നായി പഠിക്കുക. അപ്പോൾ ഇതിൻ്റെയൊക്കെ PDF-ഉം ഇതിൽ നിന്നുള്ള എക്സാമും കൂടുതൽ PSC അപ്ഡേറ്റുകളൊക്കെ കിട്ടാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. പിന്നെ ഞങ്ങൾക്ക് PSCക്കായിട്ട് 2027 നിങ്ങൾ സർക്കാർ ജോലി സ്വപ്നം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കോഴ്സിൽ ചേരാം. കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചറുകളൊക്കെ ഒന്ന് മനസ്സിലാക്കൂ, ജസ്റ്റ് ഒന്ന് കയറിയിട്ട്. അത് നിങ്ങൾക്ക് മിസ്സായി പോകണ്ട. അപ്പോൾ ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.